തിരൂർ മാനന്തവാടി സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 1.5 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തിരൂർ പഴങ്കുളങ്ങര അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ 2024 റംസാൻ റിലീഫിന്റെ ഭാഗമായുള്ള 5ാം ഘട്ട പ്രവർത്തനം വയനാട് ജില്ലയിലെ അമ്പലവയൽ ദാറുൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഖുർആൻ അടക്കമുള്ള പാഠപുസ്തകം വിതരണം ചെയ്തു. റംസാൻ റിലീഫിന്റെ 1ാം ഘട്ട പ്രവർത്തനം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ 100ൽ പരം നിർധരരായ സഹോദരിമാർക്ക് നമസ്കാരം കുപ്പായ മുസല്ലയും അടങ്ങിയ കിറ്റുകളും വിതരണവും 2ാം ഘട്ട വയനാട് വെള്ളമുണ്ട ഷെരീഫ് ഫാത്തിമ ബീവി കൾച്ചർ സെന്റർ റിലീഫ് സെന്ററുമായി സഹകരിച്ച് വെള്ളമുണ്ട നാഷണൽ ലൈബ്രറി ഹാളിൽ വെച്ച് പ്രദേശത്തെ 100ൽ പരം നിർധരരായ സഹോദരിമാർക്ക് നിസ്കാര കുപ്പായം മുസല്ലും അടങ്ങിയ കിറ്റുകളും 3ാം ഘട്ട തവനൂർ പ്രദേശഭവനിലെ 100ൽ പരം അന്തോവാസികൾക്ക് പുതുവസ്ത്ര വിതരണവും 4ാം ഘട്ടം പ്രവർത്തന തിരൂർ പഴങ്കുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിർധരരായ 100ൽ പരം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും നൽകിയിരുന്നു. ദാറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ വെച്ച് നടന്ന റിലീഫ് വിതരണ സംഗമ എടവക പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രാൻ അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. അൽ അമീൻ കമ്മിറ്റി ഭാരവാഹികളായ പുളിക്കൽ ഹംസ, നാലകത്ത് സക്കരിയ, സമീർ ബാബു, തൈക്കത്ത് നൌഷാദ് എന്നിവർ ചേർന്ന് അമ്പലവയൽ മഹല്ല് പ്രസിഡന്റ് ആയങ്കി മുഹമ്മദിന് പുസ്തകങ്ങൾ അടങ്ങിയ കിറ്റുകൾ ചടങ്ങിൽ വെച്ച് കൈമാറി. ഷഹീം ഫൈസി പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മുഹമ്മദ് അലി വെള്ളമുണ്ട, മലബാർ, മുഹമ്മദ് ഷിഹാബ്, വേദിൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്.